എൻ്റെ ഈ മൗത്ത് കണ്ടോ, മൗത്ത് ഇപ്പം ഞാൻ ഇത് എക്സ്ട്രാ ചെയ്തതാണ് കേട്ടോ. എക്സോസ്റ്റ് വന്നിട്ട് നമ്മുടെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഏകദേശം ഒരു ഹലോ ഗൈസ്, പുതിയതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വീഡിയോ ആണ് കേട്ടോ. മോഡിഫിക്കേഷൻ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി മുമ്പ് ചെയ്ത് വെച്ചിരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ 220ക്ക് വന്നിട്ട് ഒരു അണ്ടർബെല്ലി എക്സോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചെയ്തിട്ട് ഇപ്പം ഒരുപാട് നാളായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കമൻസും കാര്യങ്ങളും മെസ്സേജൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട്. എക്സോസ്റ്റ് ചെറിയ ഡാമേജ് ഉള്ളതുകൊണ്ട് നമ്മൾ ആ പഴയ അണ്ടർബെല്ലി എക്സോസ്റ്റ് എടുത്ത് ഇത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് നിങ്ങൾക്കൂടെ യൂസ്ഫുൾ ആവുന്ന രീതിക്ക് അത് ഏത് എക്സോസ്റ്റാണ്, അതെങ്ങനെ സെറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന എക്സോസ്റ്റ്, ഈ എക്സോസ്റ്റ് ഏതാണെന്നൊക്കെ ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറയാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഈ എക്സോസ്റ്റ് ഊരി എടുക്കണം. ഈ എക്സോസ്റ്റ് ഊരി എടുക്കാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ 2 ബോൾട്ട് വരും കേട്ടോ. 13ൻ്റെ ആണെന്ന് തോന്നുന്നു ഈ ഒരു ബോൾട്ട്. പിന്നെ ഇവിടെ ഒരു അലങ്കി ബോൾട്ടും ഉണ്ട്. ഈ 3 ബോൾട്ടുകളൊക്കെ നമ്മൾ ഈ സ്റ്റോക്ക് എക്സോസ്റ്റ് ഊരി എടുക്കാം കേട്ടോ. എന്തായാലും ഞാൻ ഈ സ്റ്റോക്ക് എക്സോസ്റ്റ് ഊരി എടുത്തിട്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇപ്പോഴത്തെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. നമ്മൾ എക്സോസ്റ്റ് ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ വെച്ചിരുന്ന 250 എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ഇതാ ഇരിപ്പുണ്ട്. ഇതാണ് ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന എക്സോസ്റ്റ്. ഈ എക്സോസ്റ്റിൻ്റെ റേറ്റ് വന്നിട്ട് ഏകദേശം ഒരു 500 രൂപയ്ക്കകത്ത് ഇത്രയൊക്കെ വരുന്നുള്ളൂ. എൻ്റെ ഈ മൗത്ത് കണ്ടോ, മൗത്ത് ഇപ്പം ഞാൻ ഇത് എക്സ്ട്രാ ചെയ്തതാണ് കേട്ടോ. എയർ കുറച്ചുകൂടി വെളിയിലോട്ട് പോകാനും അതുപോലെ തന്നെ കുറച്ച് സൗണ്ടിന് വ്യത്യാസം വരുത്താനും വേണ്ടി കുറച്ച് മൗത്ത് ചെയ്താണ്. ഇതൊരു പഴയ ബെൻഡേപ്പ്, എൻ്റെ കിടന്ന ബെൻഡേപ്പിനെ കട്ട് ചെയ്തിട്ട് ഇവിടെ വച്ച് ഈ ഒരു ഭാഗം വച്ച് കട്ട് ചെയ്തിട്ട് ഇത് വെച്ച് ഇവിടെ വെൽഡ് ചെയ്താണ് കേട്ടോ ചെയ്ത, ഗ്യാസ് വെൽഡ് ചെയ്താണ്. എന്നിട്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ക്ലാമ്പ് അടിച്ചിട്ടുണ്ട്. ക്ലാമ്പ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സെൻറ്റർ സ്റ്റാൻഡ് ഉണ്ട്. സെൻറ്റർ സ്റ്റാൻഡിൻ്റെ ഇവിടെ ഒരു ഇത് വരും. അപ്പം ഞാൻ സെൻറ്റർ സ്റ്റാൻഡ് വെച്ചിട്ടില്ല. അപ്പം ഇതിൽ പിടിച്ച് അങ്ങ് മോൾഡ് ചെയ്ത് അങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഈ ബോൾട്ട് ഇട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. സാധനം സ്ട്രോങ് ആണ്, വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഞാൻ ഇത് സെറ്റ് ചെയ്യുന്ന നോർമൽ കണക്ക് തന്നെ അവിടുത്തെ 2 ബോൾട്ട് ഇടുക. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഈ സെൻറ്റർ സ്റ്റാൻഡ് വരുന്നതിൻ്റെ ഇവിടെ ഒരു ബോൾട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇത് സെറ്റ് ചെയ്തിട്ട് ബാക്കി ലുക്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എക്സോസ്റ്റ് അവിടെ ഉണ്ടെന്ന് പോലും ഈ സൈഡിൽ നമുക്ക് അറിയാൻ പറ്റില്ല. എൻ്റെ മൗത്ത് വന്നിട്ട് ഈ സൈഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പുറത്ത് പോയി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ലുക്ക്. സംഭവം നൈസായിട്ട് അവിടെ ഇരുന്നോളം, വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരുപാട് പേർക്ക് സ്റ്റോക്ക് എക്സോസ്റ്റ് ആയിരിക്കും ഇഷ്ടം, സ്റ്റോക്ക് കണ്ടീഷൻ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അവർ ഇത് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വയ്ക്കുന്നിടത്ത് മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ ഇത് വന്നിട്ട് നമ്മൾ പെയിൻ്റ് അടിക്കാൻ നേരത്തെ നമ്മൾ പൗഡർ കോട്ട് ചെയ്ത് വയ്ക്കുക. ഇല്ലെങ്കിൽ കണ്ടോ, ഞാനത് നോർമൽ പെയിൻറ്റ് തൽക്കാലം വയ്ക്കാൻ വേണ്ടി നോർമൽ പെയിൻ്റാണ് കേട്ടോ അടിച്ച് വെച്ചേക്കുന്നത്. അപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. സംഭവം നമ്മളെ സ്റ്റോക്ക് സൗണ്ട് കണക്കൊക്കെ തന്നെ കേട്ടോ ഏകദേശം. ഇതിപ്പോൾ നമ്മളെ ഇതിന് മാത്രമല്ല സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ 150, 180 ഏത് വണ്ടിക്കാണെങ്കിലും ഈ സാധനം സെറ്റ് ചെയ്യാൻ സംഭവം നൈസാണ്. വേറെ ഓവറായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ലോങ് റൈഡ് പോവുകയാണെങ്കിലും പോലീസൊന്നും അങ്ങനെ സൗണ്ട് വെച്ചായിരിക്കും ചിലപ്പോൾ സ്കെച്ച് ആക്കുന്ന, വലിയ സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. എക്സോസ്റ്റ് വന്നിട്ട് നമ്മുടെ ബജാജ് ചേതക്കിൻ്റെ എക്സോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതേപോലത്തെ മോഡിഫിക്കേഷൻ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കാര്യങ്ങളൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഞാൻ ഇനി വണ്ടി ഓടിച്ചിട്ട് എൻ്റെ എക്സോസ്റ്റ് നോട്ടൂടെ ഒന്ന് കേൾപ്പിച്ച് തരാം. അപ്പോൾ